സിഎം വിത്ത് മീ പദ്ധതിയെയും വെട്ടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജനങ്ങളുടെ പരാതി കേൾക്കാനും അതിവേഗം പരിഹാരം കണ്ടെത്താനുമായി രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് സിഎം വിത്ത് മീ. വലിയ ജനപിന്തുണ ലഭിച്ച പദ്ധതിയെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നിർത്തലാക്കാനിരിക്കുകയാണ് വി.ഡി. സതീശൻ. അതേസമയം പദ്ധതിക്ക് ബദലായി മറ്റൊരു പദ്ധതി കണ്ടെത്താനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയാണ് എന്റെ തൊട്ടടുത്തുള്ള ശശികല എന്ന ചേച്ചിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയതായി തുടങ്ങിയിട്ടുള്ള സിഎം വിത്ത് മീ എന്ന കോൾ സെന്ററിലേക്ക് വിളിക്കുന്നത്. ഇന്ന് രാവിലെ പരാതിക്ക് പരിഹാരമുണ്ടായി എന്ന് മാത്രമല്ല, പരാതി രജിസ്റ്റർ ചെയ്ത ശേഷം പരാതി പരിഹരിക്കപ്പെടുന്നതുവരെ മുഖ്യമന്ത്രിയുടെ സിറ്റിസൺ കോൾ സെന്ററിൽ നിന്ന് നിരവധി തവണ വിളിക്കുകയും ഫോളോ അപ്പ് ചെയ്യുകയും ഉണ്ടായി. നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയുടെ ഒരു പോളിസി ഞാൻ എടുത്തിരുന്നു. പൈസ പേയ്മെൻ്റ് എല്ലാം ചെയ്തു. ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് സിഎം വിത്ത് മീ എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഒരു നമ്പർ എനിക്ക് എൻ്റെ സുഹൃത്ത് മുഖാന്തരം കിട്ടിയത്. അങ്ങോട്ട് ഞാൻ ഇന്ന് വിളിച്ചു. അവിടുത്തെ ഒരു ഓഫീസർ ഫോൺ എടുത്ത് എൻ്റെ ഡീറ്റെയിൽ എല്ലാം വാങ്ങി. ആ ഓഫീസർ തിരിച്ച് വിളിച്ചിട്ട് പറയും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം ശരിയായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കാർഡും നമ്പറെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. എനിക്കൊരു 4-4.5 എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഈ കാർഡും എൻ്റെ പോളിസിയുടെ ഡീറ്റെയിൽ എല്ലാം എനിക്ക് കിട്ടി. സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായാൽ മാത്രമേ ഭരണത്തിന് മികവേറൂ. ഈ ലക്ഷ്യത്തിലേക്കായി ദീർഘവീക്ഷണത്തോടെ പിണറായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സിഎം വിത്ത് മീ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം. ഹലോ, മുഖ്യമന്ത്രി എന്നോടൊപ്പമാണോ? ഹലോ, എന്നോടൊപ്പം മുഖ്യമന്ത്രിയാണോ? ഹലോ, ഹലോ, എന്നോടൊപ്പം സിഎം ആണോ? ഹലോ. 2025 സെപ്റ്റംബർ 29-നാണ് പദ്ധതി ഔദ്യോഗികമായി തുടങ്ങുന്നത്. തുടക്കം മുതൽ നിരവധി പരാതികളാണ് പദ്ധതിയിലൂടെ പരിഹരിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററിലേക്ക് വരുന്ന പരാതികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഫോണിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. താഴെ തട്ടു മുതലുള്ള ഫയൽ നീക്ക തടസ്സം ഒഴിവാക്കാനാണ് ഇങ്ങനെയൊരു സംവിധാനം ഏർപ്പെടുത്തിയത്. സിഎം വിത്ത് മീ പദ്ധതിയിലേക്ക് 58,712 പരാതികളാണ് ആകെ എത്തിയത്. അതിൽ പകുതിയിലേറെ പരാതിയും പൂർണ്ണമായും തീർപ്പാക്കി കഴിഞ്ഞു. പരിഹരിക്കാനുള്ള പരാതികളിലെ നടപടികൾ തുടരുകയാണ്. കോൾ സെന്ററിലേക്ക് വരുന്ന പരാതികളിൽ മേൽ 48 മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉറപ്പാക്കിയിരുന്നു. അതിവേഗ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പരാതിക്കാരനെ അറിയിക്കുകയും വലിയ കാലതാമസമില്ലാതെ പരിഹാരം കണ്ടെത്തി നൽകുകയും പദ്ധതി ചെയ്തിരുന്നു. കിടപ്പ് രോഗികൾക്കടക്കം പദ്ധതിയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി നിർത്തലാക്കിയ വിവരം വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് സർക്കാർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ കത്തിവെക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓരോ പദ്ധതികളായി നിർത്തലാക്കുന്ന തിരക്കിലാണ്. സ്ത്രീ സുരക്ഷാ പെൻഷനിലടക്കം രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ തുരങ്കം വെച്ച UDF സർക്കാരിന്റെ മറ്റൊരിരയാണ് സിഎം വിത്ത് മീ പദ്ധതി. നിലവിൽ പദ്ധതിക്ക് പൂട്ടിട്ട സർക്കാർ വകുപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അവരുടെ മാതൃവകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിവേഗ പ്രശ്ന പരിഹാരത്തിന് മറ്റൊരു ബദൽ സംവിധാനം കണ്ടെത്താതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനങ്ങളുടെ ശബ്ദത്തെ അവഗണിക്കുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.